അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. കർത്താവിന് വേണ്ടി എന്തു ആകാനുള്ള മനസ്സാണ് ജീവനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞാൽ? ജീവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാലോ? ഇങ്ങോട്ട് നോക്കിയാൽ എഴുന്നേറ്റ് നിങ്ങൾ കേൾക്കണേ. കർത്താവിനെ പ്രതി എന്തും ആകാനുള്ള മനസ്സ്, എന്തും സഹിക്കാനുള്ള മനസ്സാണ്, ജീവനെ വെറുക്കുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. ജീവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങളെ സ്നേഹിച്ചിട്ട് കർത്താവിനോട് പറയുകയാണ്, ഇത് മാറ്റിത്തന്നാൽ ഞാൻ അങ്ങയെ സേവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മാറ്റിത്തന്നാൽ ഞാൻ അങ്ങയെ സേവിക്കാം. ഇതെന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തന്നാൽ ഞാൻ അങ്ങയെ സ്നേഹിക്കാം. മറ്റേതെന്താണ്? ഇതെന്റെ ജീവിതത്തിൽ നിന്ന് മാറിയാലും മാറിയില്ലെങ്കിലും, ഇതെന്റെ ജീവിതത്തിൽ നിന്ന് മാറിയാലും മാറിയില്ലെങ്കിലും. എത്ര പേര് പറയും ഇതെന്റെ ജീവിതത്തിൽ നിന്ന് മാറിയാലും മാറിയില്ലെങ്കിലും എന്റെ ദൈവമേ നീ എന്റെ ദൈവം? കൈ ഉയർത്തി ഒന്ന് പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്റെ ദൈവം. നീ എന്റെ ദൈവമാണ്. സ്വരം ഉയർത്തി ഒന്ന് പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്റെ ദൈവമാണ്. നീ എന്റെ ദൈവമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാളെ എന്നെ കാത്തിരിക്കുന്നത്, പറഞ്ഞോ, നാളെ എന്നെ കാത്തിരിക്കുന്നത്, നാളെ എന്നെ കാത്തിരിക്കുന്നത് മരണമായിക്കോട്ടെ, മരണമായിക്കോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനപ്പുറത്തൊന്നും ഇല്ലല്ലോ. നാളെ നിന്നെ കാത്തിരിക്കുന്നത് മരണമായിക്കോട്ടെ. പക്ഷേ ഈ ദൈവത്തെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു മേന്മയും എനിക്ക് വേണ്ട. ഇത് ജീവനെ ദ്വേഷിക്കുന്നവനെ പറയാൻ പറ്റുള്ളൂ. ഇത് ജീവനെ വെറുക്കുന്നവനെ പറയാൻ പറ്റുള്ളൂ. ജീവനെ സ്നേഹിക്കുന്നവൻ എപ്പോഴും പറയും, ദൈവമേ എനിക്കിത് മാറ്റിത്തരണേ, അത് ചെയ്ത് തരണേ, ഇത് തരണേ. ഒന്നും ചെയ്തു തന്നില്ലെങ്കിലും എൻ്റെ ആത്മാവിൽ നീ ഉണ്ടല്ലോ, അത് മതി ദൈവമേ. എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവമേ, അത് മതി. ഈ ഒരു മനസ്സിലാക്കൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്രീക്കുകാർ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇത് കോണ്ടെക്സ്റ്റുമായിട്ട് ചേർത്ത് പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുക. ഗ്രീക്കുകാർ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു. ആരോട് പറഞ്ഞു? ഫിലിപ്പോസിനോട്. ഫിലിപ്പോസ് ആരോട് പറഞ്ഞു? അന്ത്രയോസിനോട്. രണ്ടുപേരൂടെ ചെന്ന് ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. ഈശോ എന്നാ പറഞ്ഞു? മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. പിന്നെ ഈശോ എന്നാ പറഞ്ഞു? ഗോതമ്പ് മണി നിലത്തു വീണ് നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും. പറഞ്ഞ അർത്ഥം എന്നാ? പറഞ്ഞ എന്റെ അർത്ഥം എന്നാ? ഇപ്പം നിങ്ങൾ എന്നെ കാണണമെങ്കിൽ ഗ്രീക്കുകാരായ നിങ്ങൾ എവിടെ വരണം? ജെറുസലേമിൽ വരണം. എന്നാൽ ഞാൻ മഹത്വപ്പെടുമ്പോൾ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ കാണുമ്പോൾ ഞാൻ ഇവിടെ മാത്രമാണ്. അത് ഈ ഗോതമ്പ് മണിയുടെ പരിമിതിയാണ്. എന്നാൽ ഞാനാകുന്ന ഗോതമ്പ് മണി ഉടയ്ക്കപ്പെടുമ്പോൾ, പൊടിക്കപ്പെടുമ്പോൾ, അരക്കപ്പെടുമ്പോൾ, ഇതാ ഞാൻ മഹത്വപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത്, ഗ്രീക്കുകാരൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. മനുഷ്യത്വത്തിന്റെ പരിമിതിയിൽ നിന്ന് ദൈവത്വത്തിന്റെ അപരിമിതിയിലേക്ക്, ഈ പരിമിതിയിൽ നിന്ന് ഞാൻ പ്രവേശിക്കാൻ പോകുന്നു. അതെങ്ങനെയാണ്? തന്റെ മഹത്വപ്പെടലിലൂടെ. ഹല്ലേലൂയ. From the limitation of man to the unlimited Son of God status, I am going to move through my glorification. So I have to fall down. എനിക്ക് താഴെ, I have to fall down. I have to fall down. ഞാൻ താഴെ വീഴണം, ഞാൻ ഉടയ്ക്കപ്പെടണം, ഞാൻ തകർക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്രീക്കുകാർക്ക് ഇനി ആ നാട്ടിൽ നിന്ന് ഇവിടെ വരാതെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. അതിനു മുമ്പ് ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് എന്താണ്? ഈ ഗോതമ്പ് മണി അഴിയണം. ഒന്ന് പറഞ്ഞേ, ഗോതമ്പ് മണി അഴിയണം. അഴിഞ്ഞോണ്ടിരിക്കുന്നവരുണ്ടേ ഒന്ന് കൈ ഉയർത്തിക്കേ. എൻ്റെ ബ്രദറേ, ഇപ്പോഴാ കാര്യം മനസ്സിലാകുന്നേ. ഞാൻ ഈ കടന്നു പോകുന്ന എന്നാ അവസ്ഥയാന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ പിടികിട്ടിയത്. പിടികിട്ടിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അഴിയുക എന്ന് പറഞ്ഞാൽ അപരിമേയമാവുക എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൺലിമിറ്റഡ് ആവുക എന്നാണ്. അൺലിമിറ്റഡ് ആവുകയാണ്. പരിധികൾ, ഈ തൊണ്ടും തോടും ഒക്കെ പരിധികളാണ്. ഹല്ലേലൂയ. നിന്റെ ഒരു ഗോതമ്പിനകത്ത് എത്ര ഗോതമ്പ് ഇരിപ്പുണ്ടെന്ന് പറയാം? ഒരു ഗോതമ്പിനകത്ത് എത്ര ഗോതമ്പ് ഇരിപ്പുണ്ടെന്ന് പറയാം? കേട്ടില്ല? ഒരു ഗോതമ്പിനകത്ത് എത്ര ഗോതമ്പ് ഇരിപ്പുണ്ടെന്ന് പറയാം? അറിയാവുന്നവരൊന്ന് പറഞ്ഞ്. ഒരു തേങ്ങക്കകത്ത്
എത്ര തെങ്ങിരിപ്പുണ്ടെന്ന് പറയാമോ? ഉഫ്, ദൈവമേ, ഇത്രയും നഖത്തേക്കാൾ ഒരു അല്ലേ, ഇത്രയും വലിപ്പമുള്ള ഒരു ഗോതമ്പിനകത്ത് എത്ര ഗോതമ്പാ വെച്ചേക്കുന്നതെന്നറിയോ? എത്രയാ? 15? അയ്യോ, അത് അറിയാൻ മേലാഞ്ഞിട്ട് പറയുന്നത്. 15 അല്ല 15,000 അല്ല കിടക്കുന്നത്. ഇവന്റെ ശേഷി എന്നാന്നറിയണമെങ്കിൽ ഇവനെ നിലത്തോട്ടിടണം, ഇവനെ ചെളിക്കകത്തൊന്ന് മുങ്ങാൻ സമ്മതിക്കണം, ഇവനെ വെള്ളം കയറാനൊന്ന് അനുവദിക്കണം. അപ്പൊ ഇതിനിടെ വലിച്ചോണ്ട് പോരുത്. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മളൊന്ന് പരുവായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? വലിച്ചോണ്ട് പോയിട്ട് പറയും, വേണ്ട 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 വേണ്ട, ഒത്തിരിയായി 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 ഒത്തിരിയായി, എനിക്കിതൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല, ദൈവമേ രക്ഷിക്കണേ കർത്താവേ, എവിടാ? ലീവ് യുവർ സെൽഫ്. നിന്നെ തന്നെ വിട്ടുകൊടുക്ക്, നിന്നെ തന്നെ വിട്ടുകൊടുക്ക്. വെള്ളം കയറിക്കോട്ടെ, ചെളിക്കകത്ത് പൂണ്ടോട്ടെ, വിട്ടുകൊടുക്ക്. യോ, കഴുത്തൊപ്പം കഴുത്തൊപ്പം വെള്ളം നിന്നാ പോലും നടക്കുകയല്ല, പൊട്ടണം. പൊട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കഴുത്തൊപ്പം നിന്നാൻ പറ്റുമോ? കഴുത്ത് മാത്രം മേളിൽ കാണും? അല്ലല്ല, നീ പൂർണ്ണമായിട്ട് ഇതിനകത്ത് മുങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സഹനങ്ങളെ ഈ രീതിയിലൊന്ന് കണ്ടേ. എനിക്കെന്താ ഇങ്ങനെ ഒരു കൊച്ചുണ്ടായേ? പറഞ്ഞേ. എനിക്കെന്താ ഇങ്ങനെ ഒരു മകളുണ്ടായേ? ആ മകളായി എനിക്കെന്നാ ഇങ്ങനെ ഒരു അവസ്ഥ വന്നേ? പറഞ്ഞേ. എന്റെ കൂട്ടുകാർ വളരെ എളുപ്പത്തിൽ പ്രവേശിച്ച വഴികളിലൂടെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഉത്തരം പറഞ്ഞു. എല്ലാരും വളരെ സ്മൂത്ത് ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്റെ കാര്യം വരുമ്പോ മാത്രം എന്നെ ഇങ്ങനെ. എവിടെ ചെന്നാലും എനിക്ക് പ്രശ്നമാണല്ലോ. പറഞ്ഞേ. ഹല്ലേലൂയ. തനിയെ ഇരിക്കുന്ന ഒരു ഗോതമ്പ് മണിക്കും, അഴിയാത്ത ഒരു ഗോതമ്പ് മണിക്കും വെള്ളത്തിന്റെ പേടിയില്ല, ചെളിയുടെ ഭയവുമില്ല, ഒന്നുമില്ല. അഴിയാൻ വിളിക്കപ്പെട്ടോ, നീ ചെളിക്കകത്ത് പൂണ്ടേ പറ്റൂ. അഴിയാൻ വിളിക്കപ്പെട്ടോ, അഴിയാൻ വിളിക്കപ്പെട്ടോ, നീ ചെളിക്കകത്ത് പൂണ്ടേ പറ്റൂ. അഴിയാൻ വിളിക്കപ്പെട്ടോ, നീ തളർന്നേ പറ്റൂ, നീ തകർന്നേ പറ്റൂ, നീ തീർന്നേ പറ്റൂ, നീ അതിനകത്ത് ഉടഞ്ഞേ പറ്റൂ. അതാ പ്രോസസ്. ഈശോ പരിശുദ്ധാത്മാവോട് ചേർന്ന് ഇതിനെ ഒന്ന് കണ്ണു തുറന്ന് കണ്ടേ നിങ്ങൾ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഞാൻ നോക്കിക്കാണുന്ന രീതിക്കാണ് മാറ്റം വരേണ്ടത്. ഹല്ലേലൂയ. ഇതെല്ലാം എന്നെ ഫലപുഷ്ടി ഉളവാക്കുന്നു, ഇതെല്ലാം എന്നെ പരുവപ്പെടുത്തുന്നു, ഇതെല്ലാം എന്നെ രൂപപ്പെടുത്തുന്നു. ഇങ്ങനൊന്ന് കണ്ടേ. ഹല്ലേലൂയ. All this process are molding me and building me and creating me into more endurance, which God is giving me to fruitful more and more. അധികം ഫലപുഷ്ടിയിലേക്ക് എത്താൻ ദൈവം എന്നെ എന്ത് ചെയ്യാ? മോൾഡ് ചെയ്യുകയാണ്, ബിൽഡ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. കൈ രണ്ട് ഉയർത്തി ഒന്ന് ചേർത്തടിച്ച് പറഞ്ഞു, എന്റെ കർത്താവേ അഴിഞ്ഞോട്ടെ. ഹലോ ചെയ്യേ, അഴിഞ്ഞോട്ടെ. ഹല്ലേലൂയ. നിലത്ത് വീണോട്ടെ. ആ പ്രോസസ് ഒന്ന് വായിക്കാമേ. 24-ാമത്തെ വചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ. നിലത്ത് വീണു. ഒന്നാമത്തെ ഘട്ടമാണ്. എന്താണ്? നിലത്ത് വീണു. ഇങ്ങനെ ഈ അവസ്ഥയിലുള്ളവരൊന്ന് കരമുയർത്തിക്കേ. വീണതല്ല എന്നെ അവരെല്ലാവരുടെ വീഴ്ചതാന്ന് പറയുന്നെങ്കിലും കൈ ഉയർത്തിക്കും. ഞാൻ വീണതല്ല, അവരെല്ലാവരുടെ എന്നെ വീഴ്ചതാന്ന് പറയുന്നെങ്കിലും കൈ ഉയർത്തിക്കും. നിങ്ങൾക്ക് ഇത് വലിയൊരു അഭിഷേകത്തിന്റെ നിമിഷമായി മാറട്ടെ. ആദ്യത്തെ പ്രോസസ് എന്താണ്? നിലത്ത് വീഴുക, അല്ലെങ്കിൽ നിലത്ത് വീഴ്ത്തുക. ഹല്ലേലൂയ. ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, നിലത്ത് വീഴുക, അല്ലെങ്കിൽ നിലത്ത് വീഴിക്കുക. അതാ കറക്റ്റ് വാക്ക്. നിലത്ത് വീഴുക, അല്ലെങ്കിൽ നിലത്ത് വീഴിക്കുക. ഹല്ലേലൂയ. ഇതിലേതിലൂടെയാ നിങ്ങൾ കടന്നു പോന്നേ? നിങ്ങൾ വീണതാണോ അതോ നിങ്ങൾ വീഴ്ചതാണോ? രണ്ടാണെങ്കിലും